മടക്കേണ്ടതിന്റെ ആവേശം. ഈശ്വര എന്റെ കാലാണ് നിന്റെ കാലം നീക്കത്തെ മാറ്റി വെയിറ്റ്. ഇന്ന് അവിടെ പോയി കട്ടൊരു ശീലം ഉള്ളതുകൊണ്ട് അന്ന് ഇച്ചാരുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കുറച്ചുകൂടി ധൈര്യമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, നമ്മുടെ എല്ലാ നാട്ടിലും കിട്ടും. ചേട്ടാ ചേട്ടാ ആ മുടി മുറിച്ചു. സുഖാണോ ആന്റി? അറിയില്ല. എന്തോ ഞാൻ ചമ്പരത്തില പറിച്ചോട്ടെ, ഇറങ്ങിപ്പോടി. എന്താ ഇതാരാ വീട്ടിൽ കയറി വരുന്നത്? ആലിഫിന് മാറാ രോഗം പിടിപെട്ടു. ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെ പറയുന്നില്ല. ഞാനൊരു പ്രോഡക്റ്റോ കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് വന്നതല്ല. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഷൂട്ടൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അടൂർ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ അമ്മ കഴിക്കാനായിട്ട് പപ്പായ തന്നു. പപ്പായ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, നമ്മൾ ഈ പ്രോഡക്റ്റുകളല്ലാതെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ പപ്പായ, ടൊമാറ്റോ അങ്ങനെയുള്ള ഐറ്റംസ് മുഖത്തിടാറുണ്ട്. അപ്പം അത് ഇന്ന് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊരു വീഡിയോ ആക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ഈ ഒരു കണ്ടന്റിൽ എത്തിയത് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഡെയിലി രാവിലെ മുതൽ രാത്രി വരെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പരിപാടി സ്കിന്നിൽ ചെയ്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി അതുപോലെ നിൽക്കുകയാണ് ഇന്ന്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന പോലത്തെ പ്രോഡക്റ്റുകളൊന്നും, പുറത്തുനിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഹെയർ എങ്ങനെ ചെയ്യാം, സ്കിൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നിപ്പം ഞാൻ ഹെയറിൽ ഓൾറെഡി ഷൂട്ടിന് വേണ്ടിയിട്ട് ക്രിമ്പും അയണിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നല്ല കരിഞ്ഞൊരു മണമുണ്ട് മുടിക്ക്. കാരണം ബ്ലോ ഡ്രൈ ചെയ്തു, ക്രിമ്പിങ് ചെയ്തു, ഹെയർ കേൾസ് എടുത്തു, 2-3 പ്രാവശ്യം ഹെയർ കേൾസ് എടുത്തു. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ആ മെഷീൻ യൂസ് ചെയ്ത് തന്നെ ആ ഒരു സ്മെല്ല് വരെ മുടിയിൽ നിൽപ്പുണ്ട്. ഇന്ന് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഹെയർ കെയർ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത്രയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് ആനക്കാരായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പറയണമല്ലോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്രേ ഉള്ളൂ സംഭവം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാനുള്ള സാധനങ്ങൾ, ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വരാം. അപ്പോഴേക്ക് പാക്ക് ഒന്ന് സെറ്റായി കിട്ടും. ഓക്കെ, ബാ. പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പപ്പായ എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ആ ഞെട്ടിക്കുന്ന രഹസ്യം പറഞ്ഞത്. സുഹൃത്തുക്കളെ, തലയിലിടാനായിട്ട് ഇവിടെ ചെമ്പരത്തി ഇല്ല. ഇനി ചെമ്പരത്തി വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി നമ്മൾ ചെമ്പരത്തി പറിക്കണം. അപ്പം നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അഭിലാഷ് ഹോട്ടലാണ്. നമ്മുടെ ഈ നാട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കുഞ്ഞു ഷോപ്പാണ്. നല്ല ഫുഡാട്ടോ അവിടുത്തെ. അപ്പോൾ ആ വീട്ടിൽ ചേട്ടൻ്റെ മുറ്റത്ത് ചെമ്പരത്തി മരം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു പ്രൊമോഷൻ വന്ന സമയത്ത് എനിക്ക് ചെമ്പരത്തി പറിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ പോയാണ് ചെമ്പരത്തി പറിച്ചത്. അപ്പോൾ അന്ന് അവിടെ പോയി കട്ടൊരു ശീലം ഉള്ളതുകൊണ്ട് അന്ന് ഇച്ചാരുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കുറച്ചുകൂടി ധൈര്യമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോയി ചെമ്പരത്തി പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഇനി ചെമ്പരത്തി പറിക്കണം. എന്നിട്ട് അത് വന്ന് മിക്സിയിലൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അത് പറിച്ചിട്ട് വന്ന് വെക്കാം. എന്നിട്ട് പാക്കിടാം. പാക്കിട്ട് കഴിഞ്ഞ് പാക്കൊന്ന് എന്താ പറയുക സെറ്റായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കാം. ഓക്കെ, ബാ. ചെമ്പരത്തിയുടെ പൂവ് കാണുമോ, ഇല മാത്രമായിരിക്കും മിക്കവാറും ഉണ്ടാവും. ഇപ്പോൾ സീസണാണോ അറിയില്ല. അപ്പോൾ അതെ, നമുക്ക് പോയിട്ട് വരാം. ഇവിടെ വന്ന് എനിക്ക് ഈ ചെടി കണ്ടപ്പോഴാണ്, ചെടിയെല്ലാം മരം എന്ന് പറയാം അല്ലേ, ഈ മരം കണ്ടപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. ഇങ്ങോട്ട് കാണിച്ചെടുക്കുക. 1 2 3 4 5 മരമുണ്ട്. ഞങ്ങൾ ശരിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പണി നടക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മേടിച്ച് വെച്ച ഈ ചെടിയാട്ടോ. ഞാനും ഈശാനും കൂടെ പോയി ഈ ചെടി മേടിക്കുമ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും എൻ്റെ ഷോൾഡറിൻ്റെ ഒരു ഹൈറ്റ് അത്ര പോലും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എല്ലാം കുഴിയൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മരം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇത് വളർന്ന് പന്തലിച്ച് ഇത്രയായത്. എനിക്ക് ഈ ചെടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പോയി മേടിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വളർന്ന് വലുതായി. ഇതിപ്പോൾ ശരിക്കും വെട്ടാനുള്ള സമയം. ഇത് വെട്ടി കഴിയുമ്പോൾ ഫുൾ റെഡ്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഫുള്ള് റെഡ് തളിരൊക്കെ വന്നിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ മരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു മരമുണ്ട്. ഈ മരം അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതാണ്. ഈ മരത്തിൽ ഒരിടയ്ക്ക് കുരുവി കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കുരുവി മുട്ടയിട്ടു, പ്രസവിച്ചു. കുരുവിയാണോ പക്ഷിയാണോ അറിയില്ല, കിളി മുട്ടയിട്ടു, പ്രസവിച്ചു. കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അമ്മ കാണിച്ചു തന്നു. എന്നിട്ട് എന്താ പറയുക,
എന്നിട്ട് പോയി അവരവരുടെ വീട്ടിൽ വാ നമുക്ക് ചെമ്പരത്തി പറിക്കാൻ പോവാം. അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ അഭിലാഷ് ഹോട്ടൽ. ഓ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയ സമയമാണ്, ആരുമില്ല. ശരിക്കും നമ്മുടെ അഭിലാഷ് ഹോട്ടലിൽ അന്വേഷിച്ചൊന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ചെമ്പരത്തി പറിക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പം എൻ്റെ ഫേവറേറ്റ് ഐറ്റം, ഇവിടെ ഇതിന് മടക്കെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല എന്താ. ഇവിടെ മടക്കെന്ന് പറയണേ, ട്രിവാൻഡ്രത്ത് എന്താ പറയണേ, എറണാകുളത്ത് എന്താ പറയണമെന്ന് അറിയില്ല. മടക്കൊരെണ്ണം മേടിക്കാവേ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, നമ്മുടെ എല്ലാ നാട്ടിലും കിട്ടും. ഇത് മേടിക്കാൻ. ബാലുവിന് ഇതാണോ? ആ ചേട്ടാ ആരുമില്ല. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഡയറ്റൊക്കെയാണ്, ഭയങ്കര മധുരമാണ്. പക്ഷെ സാരമില്ല, ഞാൻ പാതി കലോറി അവർക്ക് ഷെയർ ചെയ്യാം, അതിൻ്റെ പാതി ഞാൻ കഴിക്കുന്നുള്ളൂ. ചേട്ടാ ആ സുഖം. ഇതൊരെണ്ണം, ഈ കേക്ക് 2 എണ്ണം. ഈ കേക്ക് 2, ആ മടക്കത് ഒരെണ്ണം വേണ്ട. ഓക്കെ എത്ര രൂപയായി? 36. ഓക്കെ ഗൂഗിൾ പേ ചെയ്യാം. വീട്ടിലുണ്ട് ചേട്ടാ. അപ്പോൾ ചേട്ടൻ നമുക്ക് ചെമ്പരത്തി ഇല പറിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. നമുക്കിത് കഴിച്ചുകൊണ്ട് പറിക്കാം. വാ. എനിക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടും കിട്ടി. കഴിച്ചു നോക്കട്ടെ. ഇവിടുത്തെ മടക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട്. സുഖാണോ ആൻറ്റി? എന്തോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഞാൻ ഇന്നലെ വന്നു. ഇന്നലെ അല്ല, ഇന്ന് വെളുപ്പിന്. ഇജാനില്ല, ഓഫീസ് ഡൽഹി പോയേക്കോ ഓഫീസിൻ്റെ ആവശ്യമായിട്ട്. ഞാൻ ചെമ്പരത്തി ഇല പറിച്ചോട്ടെ? ഇല മാത്രമല്ല, ഭാഗ്യത്തിന് ചെമ്പരത്തി പൂവുണ്ട്. പറിക്കാം. ഇതൊന്ന് പിടിക്കോ? നല്ല മുളക്ക്. മുടി മുറിച്ചു. ഷൂട്ട് റെന്റ് മുറിച്ചതാ. എനിക്കൊന്നും ഒത്തിരി ഒന്നും വേണ്ടായിരിക്കും. ഇച്ചിരി എത്ര ഇല വേണം? ഒരു 5-6 പോരെ? ഇത്ര ഇല പോരെ താളി ഉണ്ടാക്കാൻ? എനിക്കറിയില്ല. പോരെ? നമുക്ക് കുറച്ചധികം ഇല വേണം എന്നാണ് ബാലുവിൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇച്ചിരി മുടിയിലട ഉള്ളൂ, ഇത്രയും പോരെ? 2 പൂവും കൂടെ പറിക്കാം. അങ്ങനെ കാടും മലയും താണ്ടി ഞാൻ എൻ്റെ ചെമ്പരത്തീൻ്റെ ഇലയും പൂവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി. എന്താ ക്യാമറ ഇങ്ങോട്ട് തിരിയാത്തെ? ഞാൻ നോക്കിയപ്പോൾ ക്യാമറ അങ്ങോട്ട് നോക്കിയിരിക്കണം, ഞാൻ മാത്രം ഇങ്ങോട്ട് പോകണം. അത് ശരിയാവൂല, എൻ്റെ കൂടെ തിരിയണം. ബാലു റൊട്ടേറ്റ്. അപ്പോൾ അതേ ചെമ്പരത്തിൻ്റെ ഇലയും പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി താളി ഉണ്ടാക്കി തലയിലത്തേക്ക്. വീട്ടിലത്തേക്കൊന്നും മേടിച്ചില്ല അല്ലേ? ഈശ്വര വരൂ, കാരൊക്കെയോ ഡോറടയ്ക്കോ സമയം. ഓക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് ഇതൊക്കെ പോയി സെറ്റാക്കാം. സാര ബേബി ഇവിടെ ഉണ്ട്, ഉറക്കമാണ്, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കാണിച്ചു തരാമായിരുന്നു. ഓക്കെ ബാ. ഓക്കെ നമുക്ക് മേലെ റൂമിൽ പോയിട്ട് ചെയ്യാവേ, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ചെയ്യാം. മേലെ പോയി നമുക്കിത് ഫുള്ളും നന്നായിട്ട് കൈ കൊണ്ട് സ്മാഷ് ചെയ്തിട്ട് മുഖത്ത് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാ. നമ്മളിതുവരെ ഹോം ടൂർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് കാര്യം കണ്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ കട്ട് ചെയ്ത് എൻ്റെ എല്ലാം കാണിച്ചു കൊടുക്കണ്ട. മടക്ക് കണ്ടതിൻ്റെ ആവേശം. എന്ത് ടേസ്റ്റ് മടക്ക്. പപ്പയുടെ പറഞ്ഞ് 2 കൂടെ മേടിപ്പിക്കുക. പപ്പായ ഇത്ര ഉള്ളൊരു പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് മുറിച്ച് വെച്ചതാ. ഓക്കെ ഇനി നമ്മൾ ഈ പപ്പായയുടെ പീസ് എടുത്ത് നന്നായിട്ട് സ്മാഷ് നന്നായിട്ട് മറ്റേ കടുക് വേറ എന്ന് പറയുന്നത് പോലെ നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് ഉടയ്ക്കുക. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ തോല് നന്നായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതിപ്പോൾ മുഖത്ത് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മുറിച്ചതല്ല, അതുകൊണ്ട് തോല് കുറച്ചൊരു തിക്നെസ് ഉണ്ട്, അതിൻ്റേതായ ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാരില്ല, പക്ഷെ നല്ല അടിപൊളി പപ്പായ ആയിരുന്നു കേട്ടോ. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ് ഈ ഒരു ബൈറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹവും കൊതിയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെച്ചില്ല, നമുക്ക് വ്ളോഗ് മുഖ്യം ബിഗിലെ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം. വീഡിയോയ്ക്ക് ഈ പപ്പായ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കാണിക്കാനെന്ന് ഓർത്തിട്ട് കഴിക്കാനുള്ള ആഗ്രഹം അടക്കി പിടിച്ചുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചത്.
ഓക്കെ. വീട്ടിലുണ്ടായ പപ്പായ. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ താമസിച്ച സമയത്ത് നമുക്ക് പപ്പായ മരമൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പായ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ കടയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കണമായിരുന്നു. പക്ഷെ അടൂർ വന്നപ്പോൾ എല്ലാ വൃക്ഷലതാദികളും ഉള്ളത് കൊണ്ട് നമുക്ക് പപ്പായ, മാങ്ങ, ചക്ക, പേരയ്ക്ക, ലൗലോലിക്ക, നെല്ലിക്ക, സപ്പോട്ട, ചാമ്പയ്ക്ക ഇതൊക്കെ സുലഭമായും സുഭിക്ഷമായും കിട്ടും. കപ്പയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ പറമ്പിൽ. അമ്മ ഷീജാമ്മ ഇതൊക്കെ കൃഷി കേട്ടോ. അതുകൊണ്ട് നല്ല വിഷം ചേർക്കാത്ത ജൈവവളം ഇട്ട് വളർത്തിയ ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കിട്ടുമ്പോൾ മുഖത്തിടുക എന്നതിലുപരി കഴിച്ചു തീർക്കാനുള്ളൊരു ആക്രാന്തമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ 3 വർഷം ഇവിടെ നിന്ന് ഇത്രയും പപ്പായ കഴിച്ചിട്ടും ഒരു മാസത്തിലൊരു തവണ പോലും കറക്റ്റായിട്ട് മുഖത്തിടാൻ പറ്റാറില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കിട്ടും, അപ്പം കഴിച്ചു തീർക്കും, അതാണ് പരിപാടി നടക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കൊന്നു കല്യാണത്തിന് മുന്നേ ആണെന്ന് തോന്നുന്നു എപ്പോഴും ഇതുപോലെ പപ്പായ വീട്ടിൽ കുറച്ചധികം കിട്ടിയ സമയത്ത് 1 മാസം ഞാൻ കണ്ടിന്യൂസ്ലി ഡെയിലി ഈ സാധനം മുഖത്തിട്ടിട്ടുണ്ട്. നല്ല ഗ്ലോ വരും. അത് ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ കറക്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 3 വീക്സോ 2 വീക്സോ നിങ്ങൾ കിട്ടും, ഉറപ്പായിട്ട് മുഖത്തിന് വ്യത്യാസം വരും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റൈറ്റാണ് പപ്പായ. അന്നിട്ടതാണ്. പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി 1 മന്ത് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇടും. പക്ഷെ ഇടുന്ന സമയത്ത് എന്താ പറയുക, ഒരു പുഷ്ടി പിടിച്ച ഒരു ലുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ജപമാല ഒന്ന് ഊരി വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജപമാലയ്ക്ക് പപ്പായയുടെ മണമായിപ്പോൾ. ഓക്കെ, മൈക്കിലായ കുഴപ്പമുണ്ടോ ചെറുതായിട്ടല്ലേ? വാട്ടർ പ്രൂഫാ? അല്ല, അപ്പോൾ കുഴപ്പമില്ലേ? അപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറ. മൈക്കിലായ കുഴപ്പമുണ്ടോ? വാട്ടർ പ്രൂഫാണോ? അപ്പോൾ കുഴപ്പമില്ലേ? ഉണ്ട്. ഇതാ ഇത് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഞാനാക്കി. കാണുന്നുണ്ടോ? ഫോക്കസ് ആവുന്നുണ്ടോ? കണ്ടോ? ഈ ഒരു തിക്നെസ്സിൽ ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ മുഖത്തിരിക്കില്ല കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ സുഭിക്ഷമായി പപ്പായ കിട്ടുന്നവരെ ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചിട്ട് ഒരു 1 മന്ത് ഡെയിലി ഒരു 15 to 20 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. മാറ്റം വരും, ഉറപ്പാണ്. ഓക്കെ, നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാനിട്ടപ്പോൾ ലിപ്സും കൂടെ ചേർത്ത് നിട്ട് ലിപ്പിലെ പിഗ്മെന്റേഷൻ കൂടെ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. അമ്മേ ഉടുപ്പിലായി. ഓക്കെ, കണ്ടോ? നമുക്ക് താടിയിലും ഇവിടെ മൂക്കിലും കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യണ്ട, അത് കുറച്ച് ഓവറായിപ്പോവും. അതുകൊണ്ട് നമുക്ക് നെറ്റിയിലൊക്കെ ഒരു ഊഹം വെച്ചിട്ട് ചെയ്യുക കേട്ടോ. മിക്സിയിലടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കൈകൊണ്ട് ഉടച്ചൊക്കെ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് മിക്സിയിൽ അടിക്കാത്തതിൻ്റെ കാരണം, മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ആയി പോകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മിക്സിയിൽ അങ്ങനെ അടിച്ചിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കൈകൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇനി പറഞ്ഞതിൻ്റെ കൂട്ട് ഡെയിലി ഇരുന്ന് കൈകൊണ്ട് ഉടച്ച് ഇടാൻ സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് കുറച്ചധികം ഉടച്ച് സ്മാഷ് ചെയ്തിട്ട് ഐസ് ക്യൂബിൻ്റെ ട്രെയിലാക്കി വെക്കുക. ഡെയിലി ഓരോ ക്യൂബായിട്ട് കിട്ടും. അത് എന്നും മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക, പരിപാടി തീർന്നു. അപ്പോൾ ഒരു ലെയർ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര നിർത്തുന്നുള്ളൂ, കാര്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിപ്പം തിക്നെസ് കൂടുന്നതോറും സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള സമയം കൂടുതലെടുക്കും. അപ്പോൾ ഒരു മണിക്കൂറിലൊക്കെ അത് കൊടുക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരൊറ്റ ലെയർ ഇന്നിപ്പം അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ നേരം കൊണ്ട് നമുക്കിനി താഴെ പോയി ചെമ്പരത്തി താളിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അമ്മ എന്നെ കാണുമ്പോൾ അമ്മേ എന്ന് വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. വേനൽക്കാലം ആയിക്കഴിഞ്ഞാലേ ഞാൻ കഴിക്കുന്ന കണ്ടിട്ടാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, എന്നാലും പാവൻ്റെ ഷെയർമോനല്ല, എനിക്ക് പാവം തോന്നും. കുഞ്ഞു പീസ് ഉള്ള പിന്നെ ഇവിടെ എടാടാ ഫേറ മോനെ ഇവിടോ. വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിൽ ലോൺ ഏരിയ കംപ്ലീറ്റ്ലി അവിടെ ഇരുന്നേ എൻ്റെ കാലാണ് നിന്റെ കാലം നീക്കത്തെ മാറ്റി വെയിറ്റ്. നമ്മുടെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ നമ്മുടെ ലോൺ ഏരിയയുടെ പുല്ല് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് കാര്യം ഇവിടെ ഭയങ്കര വെയിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വെയിലല്ല, പുറത്തുനിന്ന് നമ്മൾ കരിഞ്ഞു അതുപോലത്തെ ഒരു വെയിലാണ്.
അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചൂട് തുടങ്ങി, നമ്മുടെ പുല്ലെല്ലാം കരിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനും വലിയ സുഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ഈ ഫേസ് പാക്ക് ഇടാൻ പോയ സമയം കൊണ്ട് ഷീജാമ്മ എൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താളിയെല്ലാം മിക്സിയിൽ അടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടി. ഷീജാമ്മ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തി പൂവും ഒക്കെ നന്നായിട്ട് ഇട്ടിട്ട് ഫുള്ള് മിക്സിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്താ ഇതാരാ വീട്ടിൽ കയറി വരുന്നത്? ഇറങ്ങിപ്പോടി. പണ്ടൊക്കെ ഞാനും സാരം കൂടെ എപ്പോഴുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇടുന്നത് കുറേ കുറഞ്ഞു കേട്ടോ. കാര്യം വരുന്നില്ല, ഞാൻ അന്നൊരു റീൽ എഴുതില്ല, എനിക്ക് പൊടിയുടെ കുറച്ച് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സാരമോൻ്റെ കൂടെ അധികം വീഡിയോയും സാരമോൻ അങ്ങനെ കൊഞ്ചിക്കാനൊന്നും പോകാത്തത് കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സാരനെ കളിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും അതൊക്കെ. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ വലിയ കമ്പനി കൂടാൻ പോകാറില്ല. എനിക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് പറയാനുള്ള കാര്യം, ഇത് ഞാനൊരു റീൽ ഇട്ടിരുന്നു. ഈ റീൽ കണ്ടിട്ട് കുറേ യൂട്യൂബ് ചാനലുകാരും ആലിസിന് മാറാ രോഗം പിടിപെട്ടു, 1,00,000 ഒരാൾക്ക് വരുന്ന അസുഖമാണിതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിതിന് വേറെ വീഡിയോ ചെയ്തിട്ട് കുറേ വീഡിയോ ഇട്ടിട്ട് ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. വേറെ ഒന്നുമല്ല സംഭവം, ജസ്റ്റ് തുമ്മൽ, പൊടിയുടെയൊക്കെ അലർജിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു, പെറ്റ്സ് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് മാറിയെന്നാൽ പെട്ടെന്നൊന്ന് മാറി കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് മാറിയത് കേട്ടോ. പക്ഷെ നാട്ടുകാരും യൂട്യൂബ് ചാനലുകാരും കൂടെ ഒക്കെ പറഞ്ഞ് എൻ്റെ ഒരു മാറാ രോഗത്തിന് അടിമയാക്കി. അതാണ് ശരിക്കും സംഭവിച്ചത്. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറയണമെന്ന് വിചാരിച്ചതാണ്, വിട്ടുപോയി. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. വൈകുന്നേരം മാസ്ക് തുടങ്ങുന്ന നേരം കൊണ്ട് അമ്മ പറഞ്ഞ് ചായ കുടിക്കാനായിട്ട് കഴിക്കാനായിട്ട് അമ്മ അച്ചപ്പം, ബിസ്ക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുഴുവനും കഴിച്ച് തീർക്കില്ല കേട്ടോ. നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന അച്ചപ്പം സൂപ്പർ അച്ചപ്പമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചപ്പം ഒരു ചെറുതെടുത്തു, ഞാൻ ചായ കുടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മാസ്ക് ഉണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോൾ ഈ മാസ്ക് ഇട്ടിട്ടൊരു 20 മിനിറ്റ്സ് ആവുന്നേ ഉള്ളൂ അല്ലേ, ആ സമയം ആവുന്നേ ഉള്ളൂ. അപ്പം ഈ ചായ കുടിയും കൂടെ കഴിയുമ്പോൾ മാസ്ക് ഏകദേശം സെറ്റാവും. ഞാൻ സേറ ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് വഴക്ക് പറഞ്ഞ് ഓടിച്ചതുകൊണ്ട് അവിടെ പോയി പിണങ്ങി കിടന്നിട്ട് പ്ലിങ് നോക്കി കിടന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്നെ വഴക്ക് പറഞ്ഞല്ലേടി എന്നുള്ള രീതിയിൽ. ശരമോനാണോ എൻ്റെ പിണങ്ങി കിടക്കുന്നത് പാവം. ഞാൻ പറഞ്ഞില്ല, അലർജികളോട് ഞാനിപ്പോൾ അധികം അടുപ്പിക്കാറില്ല. ഞാൻ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓടിക്കും ആളെ. അപ്പോൾ എനിക്ക് തന്നെ സാരയ്ക്ക് മനസ്സിലായി തോന്നുന്നു, ഞാൻ കുറച്ച് അവളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. മനുഷ്യന്മാരെക്കാട്ടുള്ള ബുദ്ധിയാണ്, മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് അടുത്തതിന് കുളിപ്പരിപാടിയിലേക്ക് പോവാം. അങ്ങനെ ഫേസ് മാസ്ക് കംപ്ലീറ്റ്ലി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താളി തേച്ച് കുളിക്കാൻ പോകാം. താളി കണ്ടോ, കാണിക്ക്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് തരിയിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളം പോകുന്ന അതിലൊക്കെ കെട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് പേസ്റ്റായിട്ട് അടിക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ മാസ്കൊക്കെ അപ്ലൈ ചെയ്ത്, ഹെയർ മാസ്ക് അല്ല, ഷാമ്പൂവിന് പകരമല്ല ഇത് ഉപയോഗിക്കുക. എനിക്ക് തന്നെ ഷാമ്പൂ മാസ്കോ ഒക്കെ പറയാൻ തോന്നുന്നു. നന്നായിട്ട് ഈ ഒരു മിഷനിലൂടെ കയറി ഇറങ്ങി ഈ ഒരു മുടീനെ കുറച്ച് ജീവൻ വയ്പ്പിച്ചിട്ട് ഞാൻ വരാം. ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുടി ഇളക്കുമ്പോൾ ആ ചെമ്പരത്തിൻ്റെ പൊടി നന്നായിട്ട് ഇങ്ങനെ വീഴും. അത് നന്നായിട്ട് ഹെയർ കോംബ് ചെയ്ത് കളഞ്ഞത് എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും. കാണിച്ചു തരാം. ഫുള്ള് പൊടിയുണ്ടോ, കാണുന്നില്ല? ആരും കാണുന്നില്ല? ഫുള്ള് പൊടിയുണ്ടോ? അത് ഈ മുടിയിൽ നിന്ന് ഇങ്ങനെ വീണ പൊടിയാണ്. അതുപോലെ മേത്ത് മുഴുവൻ ഇങ്ങനെ പൊടി വീഴും. സാരില്ല, തട്ടിക്കളഞ്ഞാൽ മതി. ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. ഓക്കെ. ഇത് താളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താരൻ പോകാൻ നല്ലതാണ്, ഡ്രൈ ഹെയറിന് നല്ലതാണ്. എപ്പോഴും ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ആഴ്ചയിൽ ഒരിക്കൽ താളി തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലത്. പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് കേട്ടോ താളി. ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6, 7, 8 കൊല്ലത്തിന് മുമ്പ് ഷാമ്പൂവിന് പകരം താളി ഉപയോഗിക്കായിരുന്നു. അന്ന് വീട്ടിൽ ചെമ്പരത്തി മരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉപയോഗിക്കായിരുന്നു. പിന്നീട് എനിക്ക് ചെമ്പരത്തി മരം കിട്ടിയിട്ടില്ല, ചെമ്പരത്തിയുടെ ഇല കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഉപയോഗിച്ചിട്ടുമില്ല. ഇവിടെ അടൂരുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ അടൂരില്ലാത്തതുകൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പം ഞാനിന്ന് അറിഞ്ഞു നമ്മുടെ ഏഞ്ചലിൻ്റെ വീട്ടിൽ ചെമ്പരത്തി മരം ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഏഞ്ചൽ ലീവിന് പോകുന്ന സമയങ്ങളിൽ കുറച്ച് ചെമ്പരത്തി പറിച്ച് കണ്ടെയ്നറിലാക്കി കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഞാനും സ്ഥിരമായിട്ട് ഇനി താളി തേക്കാൻ പോവാണ്. കാരണം ഷൂട്ടുള്ളതുകൊണ്ട് ഞാൻ ഡെയിലി ഷാമ്പൂ കണ്ടീഷണർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പം അത് മാറി 1.5 ഷാമ്പൂവും ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ കണ്ടീഷണർ എന്നുള്ള രീതിയിലായിട്ടുണ്ട്. കാര്യം മുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ. എനിക്കറിയാം, പക്ഷേ ഷൂട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റത്തുമില്ല, ഉപയോഗിച്ചേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാനും ഇനി പതിയെ സ്ഥിരമായി താളിയിലേക്ക് മാറിയാലോ എന്നാണ് ആലോചന. ഈ ഒരു ഹെയർ ഇപ്പോൾ വെറ്റായിട്ടിരിക്കുകയാണ്. ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആകും കേട്ടോ. നമ്മൾ ഷാമ്പു ചെയ്യുന്നതിൻ്റെ സെയിം ഫീൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെയറിൽ നിന്ന് കളയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വാഷ്റൂമിൽ കംപ്ലീറ്റ്ലി അത് വൃത്തിയോടായിട്ടില്ല, അപ്പോൾ തന്നെ വെള്ളത്തിൽ പോവുകയും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഫേസ് പാക്കിൻ്റെയും ഒരു ഹെയർ കെയറിൻ്റെയും വലിയ സംഭവം എന്നല്ലെന്ന് എനിക്കറിയാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുള്ള ക്ലീശേ സാധനം തന്നെയാണ് ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.